ചേട്ടാ, മലേഷ്യ എയർലൈൻസ് 370യെ കുറിച്ച് പറയാമോ? പിന്നെന്താ, ഇപ്പം പറയാം. 2014 മാർച്ച് 8 ബെയ്ജിങ്ങിലേക്കുള്ള 6 മണിക്കൂർ യാത്രയ്ക്കായിട്ട് പ്രാദേശിക സമയം പുലർച്ചെ 12:41 കോലാലംപൂർ നിന്നും 227 യാത്രക്കാരും 12 ജീവനക്കാരുമായി പറന്നുയർന്ന ഒരു വിമാനം. അതെ, മലേഷ്യൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് MH370 എന്ന യാത്രാ വിമാനം കാണാതെ പറന്നുയർന്ന 3/4 മണിക്കൂറിനകം എയർ ട്രാഫിക് സംവിധാനവുമായുള്ള അതിന്റെ ബന്ധം അറ്റുപോവുകയും റഡാർ സ്ക്രീനുകളിൽ നിന്ന് അത് അപ്രത്യക്ഷമാവുകയും ചെയ്തു. എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന സൂചനകളൊന്നും കൺട്രോൾ കേന്ദ്രങ്ങളിൽ ലഭിച്ചിരുന്നില്ല. കാലാവസ്ഥ പൊതുവെ ശാന്തമായിരുന്നു. പിന്നീട് 1 മണിക്കൂറിന് ശേഷം വിമാനം പെട്ടെന്ന് ദിശ മാറി പറക്കുന്നത് ഉപഗ്രഹ ക്യാമറകളിൽ പതിഞ്ഞു. വടക്ക് കിഴക്കുള്ള ബെയ്ജിങ്ങിന്റെ ഭാഗത്തേക്ക് പോകാതെ തെക്ക് പടിഞ്ഞാറ് മലേഷ്യൻ അർദ്ധദ്വീപിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞതായിട്ട് ആദ്യ വിവരങ്ങൾ ലഭിച്ചു. പിന്നീട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറി മലാക്ക കടലിടുക്കിന് മുകളിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്തു. ഒടുവിലെ വിമാനം അതിവേഗത്തിൽ താഴേക്ക് കുതിക്കുന്നതും ഉപഗ്രഹ ചിത്രങ്ങളിൽ കാണാനിടയായി. പിന്നീട് വിമാനത്തെക്കുറിച്ച് വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചില്ല. പിന്നീട് നടന്നത് ലോകത്തിലെ ഏറ്റവും വലുതും ചിലവേറിയതുമായ ഒരു തിരച്ചിലാണ്. വിവിധ ലോക രാജ്യങ്ങളും അന്താരാഷ്ട്ര ഏജൻസികളും തിരച്ചിൽ ഏറ്റെടുത്തു. തെക്കൻ ചൈന കടൽ കേന്ദ്രീകരിച്ച് ആദ്യ തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് 2015 മാർച്ച് 15 വിമാനം തെക്കോട്ട് തിരിഞ്ഞിരുന്നുവെന്ന സൂചനകളെ തുടർന്ന് തെരച്ചിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു. 2015 ജൂലൈ മഡഗാസ്കർ ദ്വീപിന് കിഴക്കായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് വിമാനത്തിന്റേതെന്ന് സംശയിക്കുന്ന അവശിഷ്ടങ്ങൾ ലഭിക്കുന്നു. വിമാനം കാണാതായ ദിവസം ഒരു വിമാനം ഉയർന്ന ശബ്ദത്തിൽ താഴ്ന്നു പറന്നതായിട്ട് നാട്ടുകാർ പറഞ്ഞിരുന്നു. ജനുവരി 2017 വിമാനം തകർന്നു വീണെന്ന് കരുതുന്ന പ്രദേശത്ത് നടത്തിയ തിരച്ചിൽ പരാജയപ്പെട്ടതോടെ ദൗത്യം അവസാനിപ്പിക്കുന്നതായിട്ട് ഓസ്ട്രേലിയ, മലേഷ്യ, ചൈന എന്നിവർ പ്രഖ്യാപിച്ചു. ജനുവരി 2018 വിമാനത്തിലുണ്ടായിരുന്നവരുടെ ബന്ധുക്കളുടെ സമ്മർദ്ദത്തെ തുടർന്ന് US സ്വകാര്യ കമ്പനിയായ ഓഷ്യൻ ഇൻഫിനിറ്റിയെ മലേഷ്യ തെരച്ചിൽ ദൗത്യം ഏൽപ്പിക്കുന്നു. മെയ് 2018 ഓഷ്യൻ ഇൻഫിനിറ്റിയും പരാജയപ്പെട്ടതോടെ തിരച്ചിൽ അവസാനിപ്പിക്കുന്നുവെന്ന് മലേഷ്യ വീണ്ടും പ്രഖ്യാപിച്ചു. അങ്ങനെ ഇന്നും അത് ചുരുളഴിയാത്ത ഒരു രഹസ്യമായിട്ട് നിലനിൽക്കുന്നു.